പാർലമെന്റിലെ സത്യപ്രതിജ്ഞയ്ക്കിടെ മുദ്രാവാക്യം വിളിക്കേണ്ട, ചട്ടങ്ങൾ ഭേദഗതി ചെയ്തുകൊണ്ട് സ്പീക്കറുടെ ഒരു നിർദ്ദേശം ഇപ്പോൾ പുറത്തുവരികയാണ്. ഇക്കഴിഞ്ഞ ദിവസമാണ് MBI സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനിടെ അസുദ്ദീൻ ഒവൈസി ജയ് പാലസ്തീൻ മുദ്രാവാക്യം വിളിച്ചത്. പിന്നാലെ ഇത് വിവാദമായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ലോക്സഭാ അംഗങ്ങളായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനിടെ മറ്റ് MPമാർ മുദ്രാവാക്യം വിളിക്കാൻ പാടില്ല എന്ന കർശന നിർദ്ദേശവുമായി സ്പീക്കർ ഓം ബിർളയുടെ ഉത്തരവ് പുറത്തുവരുന്നത്. ഇതിന്റെ ഭാഗമായി സ്പീക്കറുടെ നിർദ്ദേശങ്ങളിൽ ഉപവാക്യം 2 ശേഷം ഉപവാക്യം 3 കൂടി കൂട്ടിച്ചേർത്തിരിക്കുന്നു. അതായത് ഭേദഗതി വരുത്തിയ ചട്ടങ്ങൾ പ്രാബല്യത്തിൽ വന്നതായും സത്യപ്രതിജ്ഞ ചടങ്ങിനിടെ ബഹളം വയ്ക്കുകയോ മുദ്രാവാക്യം വിളിക്കുകയോ ചെയ്യുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നാണ് ഓം ബിർള ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതായത് ഇക്കഴിഞ്ഞ നാളിൽ ചില MPമാരുടെ സത്യപ്രതിജ്ഞയ്ക്കിടെ മറ്റ് MPമാർ മുദ്രാവാക്യം വിളിച്ച് ബഹളം വെച്ചതിനെ തുടർന്നാണ് പുതിയ നിർദ്ദേശം പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതും. ഇതുപ്രകാരം സത്യപ്രതിജ്ഞയ്ക്കിടെ മറ്റുള്ളവർ വാക്കാലുള്ള പദപ്രയോഗമോ ആംഗ്യങ്ങളോ മറ്റും ചേഷ്ടകളോ നടത്താൻ പാടില്ല. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഓം ബിർള അറിയിക്കുന്നതും. സത്യപ്രതിജ്ഞയ്ക്കിടെ ചില അംഗങ്ങൾ ജയ് സംവിധാൻ മുദ്രാവാക്യങ്ങളും ഒരംഗം ജയ് പാലസ്തീൻ മുദ്രാവാക്യവുമൊക്കെ ഉയർത്തിയിരുന്നു. ഇത്തരം മുദ്രാവാക്യങ്ങൾക്ക് തടയിടുന്നതിന് പ്രത്യേകം പാനലിനും അദ്ദേഹം ഇപ്പോൾ രൂപം നൽകിയിരിക്കുകയാണ്. അതേസമയം 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം ഇക്കഴിഞ്ഞ ദിവസം അവസാനിച്ചിരുന്നു. പുതിയ MPമാരായി തെരഞ്ഞെടുക്കപ്പെട്ടവർ സമ്മേളനത്തിന്റെ സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. ഇതിനിടയിലാണ് മുദ്രാവാക്യങ്ങളൊക്കെ ഉയർന്നത്. ഈ സംഭവത്തിൽ നിയമ നടപടി ഉണ്ടാകുമെന്നാണ് വിവരങ്ങൾ. ഇതിനിടെ ഈ വിഷയത്തിൽ നിരവധി പ്രതികരണങ്ങളാണ് പുറത്തു വന്നത്. അതായത് ശ്രീജിത്ത് പണിക്കർ തന്നെ തന്റെ ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവച്ചത് ഇങ്ങനെയാണ്. നിലവിൽ പാലസ്തീന് മുദ്രാവാക്യം വിളിച്ച ഒവൈസിയോട് ചോദിക്കുന്ന തരത്തിലാണ് ഈ പ്രതികരണം. അതെന്താ ചേട്ടാ, ജയ് തെലങ്കാനയും ജയ് പാലസ്തീനും മാത്രമേ ഉള്ളൂ, ജയ് ഹിന്ദ് സ്റ്റോക്കില്ലേ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അതായത് 5ാമതും MPയായ AIM നേതാവ് ഉറുദു ഭാഷയിലാണ് സത്യവാചകം ചൊല്ലിയത്. പ്രതിജ്ഞ അവസാനിപ്പിക്കുന്നതോടെ ജയ് ഭീം, ജയ് മീം, ജയ് തെലങ്കാന, ജയ് പലസ്തീൻ, തക്ബീർ, അല്ലാഹു അക്ബർ എന്ന് പറയുകയായിരുന്നു. 2019 ഒവൈസി സത്യപ്രതിജ്ഞ ചെയ്തത് ജയ് ഭീം, അല്ലാഹു അക്ബർ, ജയ് ഹിന്ദ് എന്ന് പറഞ്ഞായിരുന്നു. അതായത് പാർലമെന്റിൽ MPയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന വേളയിലാണ് പലസ്തീന് ഒവൈസി ജയ് വിളിച്ചത്. ഇതോടെ വിമർശനം ശക്തമാവുകയായിരുന്നു. കേന്ദ്രമന്ത്രി ശോഭാ കരന്തലേജ ഔദ്യോഗികമായി തന്നെ ഇതിനെതിരെ ഒരു പരാതി നൽകിയിരുന്നു. അതായത് ഒവൈസിക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു സ്പീക്കർക്ക് പരാതി നൽകിയതും. പാർലമെന്ററി രേഖകളിൽ നിന്നും ഒവൈസിയുടെ ഈ പ്രസ്താവന നീക്കം ചെയ്യണമെന്നായിരുന്നു ആവശ്യം. അതുമാത്രമല്ല, പലസ്തീൻ മുദ്രാവാക്യമില്ലാതെ ഒരിക്കൽ കൂടി സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. AIM MPയുടെ ജയ് പലസ്തീൻ മുദ്രാവാക്യത്തിനെതിരെ കേന്ദ്രമന്ത്രിയും തെലങ്കാന BJP അധ്യക്ഷനുമായ G കിഷൻ റെഡ്ഡിയും രംഗത്ത് വന്നു. അതായത് തെറ്റായ പ്രസ്താവനയാണ് ഒവൈസി പാർലമെന്റിൽ ഉന്നയിച്ചതെന്നും ഇത് സഭാ നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. അതുമാത്രമല്ല, ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ ഭാരത് മാതാ കി ജയ് പറയാൻ തയ്യാറാകാത്തയാളാണ് ഒവൈസി. ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ തന്നെ ഇന്ത്യ വിരുദ്ധത പ്രവൃത്തിയാണ് ഒവൈസി ചെയ്തിരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം അസുദ്ദീൻ ഒവൈസിക്കെതിരെ പോലീസിൽ പരാതി പോലും അഭിഭാഷകരായ ഹരീഷ് ജെയിനും വിനീത് ജിൻഡലും നൽകിയിരുന്നു. ലോക്സഭയിൽ MPയായി സത്യപ്രതിജ്ഞ ചെയ്ത വേളയിൽ ജയ് പലസ്തീൻ മുദ്രാവാക്യം മുഴക്കിയതിനെയാണ് ഒവൈസിക്കെതിരെ പോലീസിൽ ഇവർ പരാതി നൽകാൻ കാരണം. അതായത് സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ജയ് ഭീം, ജയ് മീം, ജയ് തെലങ്കാന, ജയ് പലസ്തീൻ, തക്ബീർ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഒവൈസി തന്റെ വാക്കുകൾ അവസാനിപ്പിച്ചത്. ഒവൈസിയുടെ ഈ നടപടി സഭയിൽ ബഹളത്തിന് പോലും കാരണമായിരുന്നു. അതായത് ഒവൈസി സത്യപ്രതിജ്ഞ പൂർത്തിയാക്കി പലസ്തീൻ ജനത അടിച്ചമർത്തപ്പെട്ടവർ ആയതിനാലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്തുണച്ചത്. സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ സഭയ്ക്ക് പുറത്ത് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഒവൈസി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യയിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ ആത്മാർത്ഥതയോടെ ഉന്നയിക്കുന്നത് തുടരുമെന്നും സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ ഒവൈസി പറഞ്ഞിരുന്നു. അസുദ്ദീൻ ഒവൈസിയുടെ പ്രവൃത്തി ലോക്സഭയിൽ പിന്നീട് വാക്കേറ്റത്തിനും ബഹളത്തിനും പോലും കാരണമായി. സഭാ ചട്ടങ്ങൾക്ക് വിരുദ്ധമായ പ്രവർത്തനമാണ് ഒവൈസിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. തുടർന്ന് ഒരിക്കൽ പോലും ഭാരത് മാതാ കി ജയ് എന്ന് പറയാതെ ഒവൈസി പരസ്യമായി മറ്റൊരു രാജ്യത്തിന് പിന്തുണ പ്രഖ്യാപിച്ചത് ചട്ടലംഘനമെന്നും സഭയിൽ അഭിപ്രായമായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സ്പീക്കർ ഇങ്ങനൊരു നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇനിമേലിൽ യാതൊരു വിധത്തിലും പാർലമെന്റിൽ ഇത്തരത്തിലുള്ള ഒരു മുദ്രാവാക്യം മുഴങ്ങരുത് എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ നിർദ്ദേശവും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.